തൃക്കാർത്തിക, അതുപോലെ ഗുരുവായൂർ ഏകാദശി, അതുപോലെ ഭഗവത്ഗീതാ ദിനം, നാരായണീയ ദിനം, ധനുമാസത്തിൽ നടക്കുന്ന തിരുവാതിര, ഇത്തരം ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ വ്രതങ്ങളുടെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ ആചരണം ഒന്ന് വിശദീകരിച്ച് തരാമോ? അത് വൃശ്ചികം 1 തുടങ്ങിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ മകരവിളക്ക് ദിവസം വരെയുള്ള 2 മാസം, ഈ 2 മാസക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട പുണ്യ ദിവസങ്ങളാണ് നമുക്ക് ആചരിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലാദ്യം തന്നെ ഒരു തൃക്കാർത്തിക ഉത്സവമാണ്. തൃക്കാർത്തിക 27 നക്ഷത്രങ്ങളിൽ വളരെ ബഹുമാനപൂർവം നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്ക്, തിരു എന്ന വാക്ക് ഒരു 3-4 നക്ഷത്രങ്ങളുടെ മുമ്പെയാണ് ചേർക്കുന്നത്. അതിലൊന്ന് കാർത്തികയുടെ മുമ്പിൽ തൃക്കാർത്തിക, മറ്റൊന്ന് ഓണം എന്ന നക്ഷത്രത്തിന് മുമ്പിൽ തിരുവോണം എന്ന് പറഞ്ഞു. പിന്നെ ശിവൻ്റെ നാളായ ആതിരയ്ക്ക് തിരുവാതിര എന്നുള്ളത്. പിന്നെ ഇന്ദ്രൻ്റെ നക്ഷത്രമായ കേട്ടയ്ക്ക് തൃക്കേട്ടക. ഇങ്ങനെ ഒരു 4 നക്ഷത്രത്തിന് മുമ്പിൽ ബഹുമാന സൂചകമായിട്ട് തിരു ചേർക്കും. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അഗ്നിയുടെ നക്ഷത്രമായിട്ടാണ് കാർത്തിക പറയുന്നത്. അഗ്നിയാണ്. ഈ ലോകത്തിൽ ദൈവസങ്കല്പം ഒരു രൂപം പ്രാപിച്ചത് അഗ്നിയിലൂടെ എന്നാണ് പറയുന്നത്. അത് സൃഷ്ടികർമ്മത്തിൻ്റെ ആ തുടക്കം അങ്ങനെ ആലോചിച്ചാൽ വലിയൊരു ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന്, അതായത് ഓങ്കാര ശബ്ദത്തിൽ നിന്ന് മനസ്സുണ്ടായി എന്നാണ്. അതിൻ്റെ ഇടയിൽ ചിലതൊക്കെ ഉണ്ട്, ഞാൻ വളരെ വിശദീകരിക്കേണ്ട സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ശബ്ദത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ മനസ്സ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ശബ്ദത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. എല്ലാ മനുഷ്യരുടെയും മനസ്സ് ഒന്നിച്ചാൽ ഉണ്ടാകുന്ന മനസ്സ്, അതാണ് ഇവിടെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിൽ നിന്നാണ് ആകാശം എന്ന പഞ്ചഭൂതത്തിലെ ആദ്യത്തെ സങ്കല്പം ഉണ്ടാകുന്നത്. ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടാകുന്നത്. വായുവിൽ നിന്നാണ് അഗ്നിയുടെ ഉത്ഭവം. അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നത്. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടാകുന്നത്. ഈ ഭൂമിയിൽ നിന്നാണ് സകല പദാർത്ഥങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളിലും ഈ 5 പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ഇത് 5 ഉണ്ടായിരിക്കും. ആ 4 ആവില്ല, അത് 6 ആവില്ല, 5 എണ്ണേ ഉണ്ടാവുള്ളൂ. ആ പഞ്ചഭൂതങ്ങൾ അതിൽ കൂടി ആണ് ഈ മനുഷ്യനായാലും മൃഗമായാലും എല്ലാം ആ ഒരു കാര്യത്തിൽ മറ്റൊരു പദാർത്ഥം അതിൽ കൂടി കലരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സൃഷ്ടിയിൽ ഈ ആരംഭം നോക്കിക്കഴിഞ്ഞാൽ ഈ ശബ്ദം നമുക്ക് കാണാൻ പറ്റില്ല, പിന്നെ മനസ്സ് കാണാൻ പറ്റില്ല. ആകാശം എന്ന് പറയുന്ന അന്തരീക്ഷമാണ്, ഒന്നുമില്ല, ശരിക്കും ഒരു രൂപമില്ലല്ലോ അതിന്. ഈ ആകാശം എന്നുള്ള വായുവിനും രൂപമില്ല. ഈ വായുവിൽ നിന്നുണ്ടായ അഗ്നിക്കാണ് രൂപം കിട്ടുന്നത്. അഗ്നി രൂപത്തിലാണ് ഈ ദൈവത്തിൻ്റെ സങ്കല്പം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതർത്ഥം. അപ്പോൾ അതാണ് നമ്മുടെ 4 വേദങ്ങളുണ്ടല്ലോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിലാദ്യത്തെ വേദം ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തിൻ്റെ ആദ്യ മന്ത്രത്തിൽ തന്നെ അഗ്നിയെ വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്ന സൂക്തം. അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാനം എന്ന് പറഞ്ഞിട്ടാണ് വേദം ആരംഭിക്കുന്നത്. അപ്പോൾ അഗ്നിയെയാണ് സർവവ്യാപിയായ ദൈവത്തെ രൂപത്തിലൂടെ നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. ആ അഗ്നിയുടെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. അപ്പോൾ പരമാത്മാവിനെ നമ്മളൊരു വിഗ്രഹ രൂപത്തിൽ, അഗ്നിയുടെ രൂപത്തിൽ കാണുന്നു. ആ അഗ്നി നമ്മൾ എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ദീപം തെളിയിക്കണം, അഗ്നി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ആ ദൈവ സാന്നിധ്യം നമ്മുടെ കർമ്മത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ ദീപം, ആ അഗ്നിയെ നമ്മൾ ഈ വൃശ്ചികത്തിലെ ഈ കാർത്തിക നാളിൽ അത് വളരെ എന്താ പറയുക, അഗ്നിദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അഗ്നി എന്ന് പറയുന്നത് പുറമേ കാണുന്ന അഗ്നി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അഗ്നി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചൂട് നമുക്കതാണ് കിട്ടുന്നത്, അഗ്നിയുടെ സാന്നിധ്യം നിന്നാണ്. നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത് ജഠരാഗ്നി കൂടെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏത് മേഖലകൾ നോക്കിയാൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാറ്റിലും അഗ്നി അടങ്ങിയിട്ടുണ്ട്. അതാണല്ലോ ഈ മരത്തിൻ്റെ 2 കഷ്ണങ്ങൾ ഉരസുമ്പോൾ അരണി കടയാന്ന് പറയും, അതിനാണല്ലോ അഗ്നി ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോൾ നേരത്തെ ആ മരക്കഷ്ണത്തിൽ അഗ്നി ഉണ്ട്, അതുകൊണ്ടാണ് വരയ്ക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ സർവ്വവ്യാപിയാണ് ഈ അഗ്നി എന്നുള്ളത്. ആ അഗ്നിയെ ദേവസ്വരൂപനായി കണ്ട് നമ്മൾ ഒരു ആരാധനാമൂർത്തിയായിട്ട് കാണുന്നു.
അതുകൊണ്ട് ഈ വൃശ്ചികത്തിലെ കാർത്തിക ദിവസം എല്ലാവരും ദീപം തെളിയിക്കുക, എല്ലാ ദിക്കിലും വീടുകളിലും തെളിയിക്കാം, എല്ലാ ദിക്കിലും തെളിയിക്കുക. അങ്ങനെ ഈശ്വരൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തൃക്കാർത്തികയുടെ പ്രാധാന്യം. മറ്റ് കാര്യമായിട്ട് അതിന് വേറൊരു വല്ല പൂജ ചെയ്യുക അല്ല വ്രതം അങ്ങനെയൊന്നുമില്ല, ആ ദിവസമൊന്നുമില്ല. അതുപോലെ ഗുരുവായൂർ ഏകാദശി അതിൻ്റെ പ്രാധാന്യം എന്താണ്? ശരിയാണ്. ഗുരുവായൂർ ഏകാദശി എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു വ്രതമാണ്. പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഏകാദശി നമ്മൾ ആചരിക്കുകയാണ്. ഈ ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് ഗീതാദിനവും വരുന്നത്. അതെ, ഈ ഗീതാദിനം എന്ന് പറയാൻ കാരണം കൗരവന്മാരും പാണ്ഡവന്മാരും കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായിട്ട് അണിനിരന്നപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാൻ മടി കാണിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ ഗീത ഉപദേശിക്കുകയാണ്. ആ ഗീത ഉപദേശിച്ചത് ഈ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രാധാന്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ പ്രധാന തത്വത. അത് ഏകാദശി വ്രതം എല്ലാം ഏത് മാസത്തിലെ ഏകാദശിയാലും വിഷ്ണു പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനാണ് രക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. സർവരക്ഷകനാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കും, പിന്നെ ശിവൻ സംഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മുടെ രക്ഷ ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ആ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട ആ എല്ലാ മാസത്തിലെയും അത് കറുത്ത പക്ഷത്തിലും വരും, വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശി തിഥിയായിട്ടാണ് പറയുന്നത്. ആ ഏകാദശി ദിവസം വിഷ്ണുവിന് വേണ്ടി വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു എന്താ പറയുക മഹത്തായ ഒരു വ്രതമാണ്. അത് ഗുരുവായൂർ ഏകാദശി എന്ന് പറയും. ഗുരുവായൂരപ്പനും മഹാവിഷ്ണുവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിനൊരു ഗുരുവായൂർ ഏകാദശി എന്നുള്ളൊരു പേര് വരികയാണ്. പിന്നെ ഗുരുവും വായുവും കൂടി ഈ ദിവസമാണത്രേ ഗുരുവായൂരപ്പ പ്രതിഷ്ഠ നടത്തിയത് എന്നും പറയുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അവർ. അപ്പോൾ ആ നിലയിൽ ഗുരുവായൂർ ഏകാദശി, പിന്നെ ഏകാദശി വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ളതൊരു പൊതു നിയമമുണ്ട്. അതേത് ഇപ്പോൾ അതിന് മുമ്പൊരു തൃപ്രയാർ ഏകാദശി വരുന്നുണ്ട്, അത് ശ്രീരാമൻ്റെ ബന്ധപ്പെട്ടാണ്. പിന്നെ ഒരു വൈകുണ്ഠ ഏകാദശി വരുന്നുണ്ട്. ഒരു 24ഓളം ഏകാദശി ഒരു കൊല്ലത്തിൽ വരും. അപ്പോൾ അതിൽ ഏകാദശി വ്രതം എങ്ങനെ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഭാഗവതത്തിൽ ഒരു അംബരീഷൻ്റെ കഥയിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മൾ എത്ര നാഴികയാണ്, 60 നാഴികയാണ് ഓരോ തിഥിക്കുള്ളത്. അതിൽ ഏകാദശി തിഥി എപ്പോഴാരംഭിക്കുന്നു എപ്പോഴവസാനിക്കുന്നുള്ളത് ആ മാസത്തെ കലണ്ടർ നോക്കിയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് തലേ ദിവസം ഒരിക്കൽ എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഇതിനുള്ള തയ്യാറെടുപ്പാണ്. അത് കഴിഞ്ഞ് പ്രഭാതത്തിൽ ഏകാദശി ദിവസം പ്രഭാതത്തിൽ കുളി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുക. ആ തീർത്ഥം കഴിക്കുക, വേറൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ആ ദിവസം ഭാഗവതമോ നാരായണീയമോ വിഷ്ണു പ്രധാനമായ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കണം. അതുപോലെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന ഭജനകളാവാം, അങ്ങനെയുള്ള പരിപാടികളിലും നമ്മൾ പങ്കെടുക്കാം. അങ്ങനെ വിഷ്ണുനാമം നാരായണ നാരായണ എന്നുള്ള നാമം തന്നെയാണ്, വേറെ ഒന്നുമില്ല. അതങ്ങനെ ജപിച്ച് നമ്മൾ ആ ഒരു ദിവസം ലഘുവായ ആഹാരം പോലും കഴിക്കരുത് എന്നൊരു നിയമമുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് വളരെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാമെന്നും പറയണം. എല്ലാം ആരോഗ്യം ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഒരു ഹരിവാസരം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയം വരുന്നുണ്ട്. അത് ഏകാദശിയുടെ 60 നാഴികയായിരിക്കുമല്ലോ. ആ 60 നാഴിക അവസാനത്തെ 15 നാഴികയും ദ്വാദശി തുടങ്ങിയിട്ട് 15 നാഴിക, അങ്ങനെ ആ 30 നാഴിക ഹരിവാസരം എന്നാണ് പറയുന്നത്. ഹരിവാസരം. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പൂർണ്ണമായ ചൈതന്യമുള്ള സമയം, അതാണ് ഹരിവാസരം. ഈ ഹരിവാസര സമയത്ത് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ സമയത്ത് പൂർണ്ണ ഉപവാസം, ഉറങ്ങാനും പാടില്ല.
ബാക്കിയുള്ള സമയത്ത് അത്യാവശ്യം വേണമെങ്കിൽ ഇതാവാം. പക്ഷേ ഈ ഒരു 30 നാഴിക എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ നമ്മുടെ കണക്കെടുക്കുകയാണെങ്കിൽ 12. അതിപ്പോൾ രാത്രി വന്നാൽ പകൽ വന്നാലും നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കരുത്. എന്നിട്ട് ആ ദ്വാദശിയുടെ 15 നാഴിക കഴിഞ്ഞിട്ട് പാരണ നടത്തുക എന്ന് പറയും. നമ്മൾ ആ ഉപവാസം കഴിഞ്ഞിട്ട് ആ ഉപവാസം അവസാനിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ലഘുവായ ഭക്ഷണം നമ്മൾ കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. ഇതാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകത. പക്ഷെ പലരും എന്തെങ്കിലും എന്താ പറയുക അരിയാഹാരത്തിന് പകരം മറ്റ് വല്ലതും കഴിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ആരോഗ്യ പ്രശ്നം കാര്യമായിരിക്കാം. പക്ഷേ എങ്കിൽ അധികമൊന്നും കഴിക്കരുത്. പിന്നെ മത്സ്യമാംസാദികളും അതൊന്നും തീരെ വർജിക്കുക. അത് തലേദിവസം മുതലേ അത് ഒഴിവാക്കണം. അങ്ങനെ ഭഗവത് പ്രീതിക്കായിട്ടത് ചെയ്യേണ്ട രീതി. ഈ വ്രതം അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ ഈ ഗോയ ഭക്ഷണം, അത് ശരിക്കും എന്താണ്? അത് പാരണ എന്ന് പറഞ്ഞ അല്ലേ? അതായത് വ്രതം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കഴിയും. ഒന്നുമില്ല, ഒരു തീർത്ഥജലം കഴിച്ചാൽ തന്നെ പാരണയായി. അതെ, അത് എന്താ വെച്ചാൽ ഈ നിരാഹാരം കഴിഞ്ഞാൽ പിന്നെ വലിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ദഹനേന്ദ്രിയമൊക്കെ വളരെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. പെട്ടെന്ന് കഴിച്ചാൽ അത് ദഹനക്കേട് വരും. അപ്പോൾ അതാണ് നമ്മൾ നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്നവരൊക്കെ നാരങ്ങ നീരാണല്ലോ ആദ്യം കൊടുക്കുന്നത്. അത് കൊടുത്ത് ആ ഒരു പഴയ ലെവലിലേക്ക് വന്ന് പിന്നെ ഭക്ഷണങ്ങൾ ഇതൊക്കെ സാധാരണ പോലെ കഴിക്കാം.